ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയുന്നത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും കളിയാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അല്ലേ? ചിലപ്പോൾ സങ്കടം വരും. ആ ദേഷ്യത്തിൽ നമ്മൾ അവരോട് തർക്കിക്കും, അല്ലെങ്കിൽ സങ്കടം മനസ്സിൽ വെച്ച് ദിവസങ്ങളോളം നമ്മൾ വിഷമിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ ഒരാൾ നമ്മളെ വേദനിപ്പിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ കുറ്റം ആരുടേതാണ്? നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ശരിക്കും നമുക്ക് തന്നെയാണ്. കേൾക്കുമ്പോൾ കുറച്ച് കടുപ്പമായിട്ടൊക്കെ തോന്നാം, പക്ഷേ ഇതാണ് ശരിക്കുള്ള സത്യം. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും വന്ന്, അതായത് നമ്മളെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമല്ല. നമ്മൾ ഇനിയും പഠിക്കാനിരിക്കുന്ന ഒരു വലിയ പാഠമാണത്. നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നറിയാവോ? ആർക്കും നമ്മളെ പെട്ടെന്ന് വേദനിപ്പിക്കാൻ പറ്റാത്ത അത്ര സ്ട്രോങ് ആകണം നമ്മൾ. മറ്റുള്ളവരുടെ വാക്കുകളോ പ്രവർത്തികളോ കണ്ട് പെട്ടെന്ന് അസ്വസ്ഥരാകുന്ന ഒരാൾക്ക് ഒരിക്കലും സ്വന്തം ശരീരത്തിന്റെ മേലോ മനസ്സിന്റെ മേലോ ഒരു കൺട്രോളും ഉണ്ടാവില്ല. മറ്റൊരാൾക്ക് നിങ്ങളെ വിഷമിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ സ്വിച്ച് അവരുടെ കയ്യിലാണ് എന്നതാണ് അതിന്റെ അർത്ഥം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഉറച്ച വ്യക്തിയായിട്ട് മാറാമെന്നാണ്. അതായത് ലോകത്ത് ആരെന്ത് പറഞ്ഞാലും നിങ്ങളെ തൊടാൻ പോലും പറ്റാത്ത അത്ര ശക്തമായ ഒരു മനസ്സെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് ഈ ട്രിഗർ എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ പറയാറുള്ളത്, അവൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ട്രിഗറായി എന്ന്. അപ്പോൾ എന്താണ് ഈ ട്രിഗർ? നിങ്ങളൊരു തോക്ക് സങ്കല്പിക്കുക. അതിൻ്റെ ട്രിഗർ അമർത്തിയാൽ വെടിയുണ്ട പുറത്തേക്ക് വരും. അതുപോലെ ആരോ ഒരാൾ ഒരു വാക്ക് പറയുന്നു, അത് കേട്ടപാടെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ദേഷ്യം പുറത്തേക്ക് വരുന്നു. ഇവിടെ പ്രശ്നം എന്താണെന്നറിയാവോ? ആ തോക്ക് നിങ്ങളുടെ കയ്യിലാണെങ്കിലും അതിൻ്റെ ട്രിഗർ അമർത്തുന്നത് വേറെ ആരോ ആണ്. നിങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾ സത്യത്തിൽ ഒരു തടവുകാരനായി മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ എപ്പോൾ ചിരിപ്പിക്കണം, എപ്പോൾ കരയിപ്പിക്കണം, എപ്പോൾ ദേഷ്യം പിടിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് നാട്ടുകാരാണെങ്കിൽ പിന്നെ എവിടെയാണ് നിങ്ങളുടെ ഫ്രീഡം? ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ വന്ന് നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ഡ്രസ്സ് ഭയങ്കര മോശമാണെന്ന്. പക്ഷേ നിങ്ങൾക്കറിയാം ആ ഡ്രസ്സ് നല്ലതാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരില്ല, നിങ്ങളത് ചിരിച്ചു തള്ളും. എന്നാൽ ഒരാൾ വന്ന് പറയുകയാണ് നിനക്ക് ഒരു കഴിവുമില്ല, നീ ഒന്നിനും കൊള്ളില്ലെന്ന്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഏതോ കോണിൽ എനിക്ക് ശരിക്കും കഴിവില്ലേ എന്നൊരു പേടിയുണ്ട്. ആ പേടിയാണ് അവർ തൊട്ടുണർത്തിയത്. അതുകൊണ്ട് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് അയാളെ അടിക്കാൻ തോന്നുമായിരിക്കും. പക്ഷേ സത്യത്തിൽ നിങ്ങൾ അയാൾക്കൊരു താങ്ക് യു പറയാണ് വേണ്ടത്. കാരണം യൂണിവേഴ്സ് ആ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇനിയും വർക്ക് ചെയ്യേണ്ട ആ മേഖല എവിടെയാണെന്നാണ്. ഏതൊരു ബുക്കിനേക്കാളും വലിയൊരു പാഠമാണ് ആ ട്രിഗർ നിങ്ങൾക്ക് തരുന്നത്. നമ്മളെപ്പോഴും ഇമോഷൻസിൽ മുങ്ങിപ്പോകരുത്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത്, അതായത് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു കുപ്പിക്കുള്ളിൽ ഇരുന്നാൽ ആ കുപ്പിയുടെ പുറത്തുള്ള ലേബൽ നമുക്ക് വായിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനുള്ളിൽ കിടന്ന് കറങ്ങാതെ അതിൽ നിന്നും പുറത്തിറങ്ങി ഒരു മൂന്നാമത്തെ ആളായിട്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കണം. ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതി നോക്കുക, എന്താണ് എന്നെ ഇത്രയധികം ദേഷ്യം പിടിപ്പിച്ചത്? ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന്. ഇത് പണ്ട് നടന്ന എന്തിനെയെങ്കിലും ഓർമ്മിപ്പിക്കുന്നുണ്ടോ എന്ന്. ഉദാഹരണത്തിന്, ഒരാൾ നിങ്ങളോട് മോശമായ ഒരു ടോണിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ പണ്ട് നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ മറ്റാരെങ്കിലുമോ ഇതുപോലെ സംസാരിച്ചത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്നും ഒരു മുറിവായിട്ട് കിടപ്പുണ്ടാവും. ഇത് തിരിച്ചറിയുന്നതാണ് ഹീലിംഗിന്റെ ആദ്യപടി. എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ഇത്ര വില കൊടുക്കുന്നത്? കാരണം നമുക്കെല്ലാവർക്കും മറ്റുള്ളവർ നമ്മളെ നല്ലവൻ അല്ലെങ്കിൽ നല്ലവൾ എന്ന് വിളിക്കണമെന്നുണ്ട്, അല്ലേ?
അതായത് അവൾ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ അവൻ പറഞ്ഞത് ശരിയാണ്, നീ ചെയ്യുന്നത് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ നീ ചെയ്യുന്നത് വലിയ കാര്യമാണ്, നീ സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണ്, ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാൻ നമ്മൾ കൊതിക്കുന്നുണ്ട്, ശരിയല്ലേ? പക്ഷേ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി ജീവിക്കുന്നത് ശരിക്കും ഒരു തടവറ പോലെയാണ്. അവർ നിങ്ങളെ പോഴ്ത്തുമ്പോൾ നിങ്ങൾ ആകാശത്തോളം ഉയരും, അവർ ഒന്ന് കളിയാക്കിയാൽ നിങ്ങൾ തകർന്ന് തരിപ്പണമാകും. സത്യമല്ലേ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ നിങ്ങൾ ആർക്കും ഒരു വിശദീകരണവും നൽകേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ലെങ്കിൽ അത് അവരുടെ പരിമിതിയാണ്. എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധം പിടിക്കരുത്. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ആരെങ്കിലും നമ്മളെ ചീത്ത പറഞ്ഞാൽ തിരിച്ചു പറയുന്നതാണ് ഹീറോയിസം എന്ന്. പക്ഷേ യഥാർത്ഥ ഹീറോയിസം എന്ന് പറയുന്നത് നിശബ്ദത പാലിക്കാൻ കഴിയുന്നതാ. ഒരാൾ വന്ന് നിങ്ങളോട് തർക്കിക്കാൻ നോക്കുന്നു, അയാൾ നിങ്ങളെ പ്രകോപിപ്പിക്കുന്നു, അയാൾ എന്താ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ തിരിച്ചും ചീത്ത പറയണം, അല്ലെങ്കിൽ ദേഷ്യപ്പെടണം. എന്നാൽ നിങ്ങളൊന്നും മിണ്ടാതെ അയാളുടെ കണ്ണിലേക്ക് നോക്കി ഒരു ചെറിയ പുഞ്ചിരിയോടെ അവിടെ നിന്നും നടന്നു പോയാൽ എന്ത് സംഭവിക്കും? അവിടെ വിജയിക്കുന്നത് നിങ്ങളാണ്. കാരണം അയാളുടെ ഗെയിമിൽ കളിക്കാൻ നിങ്ങൾ തയ്യാറായില്ല, നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം വിട്ടുപോയില്ല. നിശബ്ദത എന്ന് പറയുന്നത് ഒരു ബലഹീനതയല്ല, അത് അത്യുഗ്രൻ ആത്മനിയന്ത്രണമാണ്. ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാകുമ്പോഴാണ് നിങ്ങൾ ശക്തനാകുന്നത്. നമുക്ക് എങ്ങനെ മാറാം എന്ന് നോക്കിയാലോ? ഇതൊന്നും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല, ഇതിന് കുറച്ച് പ്രാക്ടീസ് വേണം. അതിനുവേണ്ടി ആദ്യം എഴുതി വെക്കാം. നിങ്ങൾക്ക് സാധാരണയായി ദേഷ്യം വരുന്ന 3 സന്ദർഭങ്ങൾ സാധാരണയായിട്ട് അതെഴുതി വെക്കാം. ഉദാഹരണത്തിന് ആരെങ്കിലും എൻ്റെ ഡ്രസ്സിനെ കളിയാക്കുമ്പോൾ, അല്ലെങ്കിൽ ജോലിയിൽ ആരെങ്കിലും കുറ്റം പറയുമ്പോൾ, അങ്ങനെ. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് റീഫ്രെയിം ചെയ്യുക എന്നത്. ആ പഴയ ചിന്തയെ പുതിയ ഒന്നായിട്ട് മാറ്റുക. ആരെങ്കിലും നീ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുന്നതിന് പകരം അതെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ മാറുന്നതെന്ന് സ്വയം പറയുക. മൂന്നാമത്തേത് സ്വയം വിശ്വസിക്കുക. നിങ്ങളുടെ പക്കൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസം ഇല്ലാത്തപ്പോഴാണ് മറ്റുള്ളവരുടെ വാക്കിന് നിങ്ങൾ വില കൊടുക്കുന്നത്. അതുകൊണ്ട് സ്വയം വിശ്വസിക്കാനും സ്നേഹിക്കാനും പഠിക്കുക. ഇനി ഈ ആഴ്ച നമുക്ക് ഒരു കാര്യം പരീക്ഷിച്ച് നോക്കിയാലോ? നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ ഉടനെ പ്രതികരിക്കാതെ ഒരു നിമിഷം മാറി നിൽക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, എന്താണ് എന്നെ ഇപ്പോൾ ഇത്രമാത്രം അസ്വസ്ഥനാക്കിയത്? അതുപോലെ തന്നെ ആ വ്യക്തി പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അല്ലെങ്കിൽ എന്തിനാണ് എനിക്ക് അവരുടെ അംഗീകാരം ഇത്ര നിർബന്ധം? ഒരു പേപ്പറും പേനയും എടുത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന 3 കാര്യങ്ങൾ എഴുതുക, ഞാൻ മുകളിൽ പറഞ്ഞ പോലെ. എന്നിട്ട് അതിനെ പോസിറ്റീവായിട്ട് മാറ്റി ചിന്തിക്കുക. ഉദാഹരണത്തിന് ഒരാൾ നിങ്ങളോട് നിനക്കിതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ കഴിവിനെ അളക്കാൻ അയാൾക്ക് അധികാരമില്ല, എൻ്റെ അനുഭവങ്ങളാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് എന്ന് സ്വയം ഉറപ്പിച്ച് പറയുക. ഇത് 10 തവണ ആവർത്തിക്കുക. പഴയ ചിന്താഗതികളെ മാറ്റി പുതിയ വിശ്വാസങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നട്ടുപിടിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ബന്ധത്തിലായാലും സൗഹൃദത്തിലായാലും നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കുന്നത് നമ്മുടെ കുറവുകൾ നികത്താനാകരുത്. നിങ്ങൾ 100% പൂർണ്ണനായിരിക്കണം. മറ്റൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് 200% മാറണം. അല്ലാതെ ഒരാൾ വന്നാലേ ഞാൻ പൂർണ്ണനാകൂ എന്ന് കരുതുന്നത് അപകടമാണ്. നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, ഈ ജീവിതം നിങ്ങളുടേതാണ്. നിങ്ങളുടെ വികാരങ്ങളുടെ റിമോട്ട് കൺട്രോൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. ഒരാൾ എന്ത് പറഞ്ഞു എന്നതല്ല, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതാണ് പ്രധാനം. നിങ്ങളെ മറ്റൊരാൾക്ക് വേദനിപ്പിക്കാൻ കഴിയാത്ത വിധം ഉള്ളിൽ നിന്ന് കരുത്തനാകുക. നിങ്ങളുടെ മൂല്യം ആർക്കും കുറയ്ക്കാൻ കഴിയില്ല, കാരണം അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ഈ ആഴ്ച നമ്മളൊരു കാര്യം പരീക്ഷിക്കുന്നു. ആരെങ്കിലും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വന്നാൽ ഒരു സെക്കൻഡ് നിശബ്ദനായിട്ടിരിക്കുക, ആ നിശബ്ദത ആസ്വദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളാണ് ശരിക്കും പവർഫുൾ എന്ന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്